എല്ലാവരും ഒരു കാറിനെ കുറിച്ച് ചിന്തിച്ചേ. കാർ ഒരു കാറിനെ കുറിച്ച് ചിന്തിച്ചേ. ഓക്കെ, എന്ത് കാറാ വന്നേ? ബലേറോ, പോളോ, സ്വിഫ്റ്റ്. ഞാൻ കാറെന്നല്ലേ പറഞ്ഞോളൂ, ബലേറോ പറഞ്ഞില്ലല്ലോ, സ്വിഫ്റ്റ് പറഞ്ഞില്ലല്ലോ. കാറെന്ന് പറഞ്ഞപ്പോൾ 3 പേർക്കും 3 ചിന്തയാ വന്നേ. അപ്പൊ ഓരോ വാക്കിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ബ്രെയിനിൽ ചിന്തകൾ വരുന്നു എന്ന് നമ്മൾ പഠിക്കണം. അപ്പോഴേ നമ്മുടെ റിലേഷൻഷിപ്പ് ഒക്കെ സ്ട്രോങ് ആവുള്ളൂ. ഫുഡ് മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളും ഈ നാവ് കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ എന്ത് തരം വാക്കുകളാണോ ഉപയോഗിക്കുന്നത്, ആ വാക്കിനെ ഫേവർ ചെയ്യുന്ന തോട്ട്സ് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവും. അതായത് നിരന്തരമായി സ്വയർ ചെയ്യുക, തെറി പറയുക, മോശം വാക്കുകൾ പറയുന്ന ഒരാൾക്ക് മോശമായ ചിന്തയെ ഉണ്ടാവുള്ളൂ. നിരന്തരമായി ഈ നാവ് ഉപയോഗിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ നല്ല ചിന്തകളും ഉണ്ടാകും. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ അയാൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് പോലും എനിക്ക് പഠിക്കേണ്ടി വരും. കാരണം ഞാൻ പറയുന്ന ഒരു വാക്കിന് അയാളുടെ ബ്രെയിനിൽ എന്ത് ചിന്തയാണ് ഉണ്ടാകുന്നത് എന്നറിയില്ലെങ്കിൽ എനിക്ക് അയാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാതെ വരും.